മക്കളെ രണ്ടാളെയും സ്കൂളിൽ വിട്ടിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. ഈ കറക്കത്തിന് വ്യക്തമായ ചില പ്ലാനിങ് ഒക്കെ ഉണ്ട്. എന്താന്നല്ലേ പറയാം. ഞങ്ങൾ പുതിയ വീട് വെച്ചപ്പോൾ സൈഡിലേക്ക് നന്നായിട്ട് ഒതുക്കിയാണ് പണിതുണ്ടായിരുന്നത്. അപ്പോൾ ആ സൈഡിൽ തന്നെ ഒരു 2-2.5 സെൻറ്റോളം സ്ഥലമുണ്ട്. അവിടെ ഞങ്ങളൊരു മിയാവാക്കി ഫോറസ്റ്റ് ഒരുക്കിയാലോ എന്നാണ് ആലോചന. ആ സ്ഥലത്തിപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 10-30ഓളം കുഴികൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നടാനായിട്ട് മരത്തൈകൾ വാങ്ങണം. തൃശ്ശൂരുകാർക്ക് ഇത്രയധികം ചെടികളൊക്കെ വേണ്ടപ്പോൾ ഒരേ ഒരു ഡെസ്റ്റിനേഷനാണല്ലോ ഉള്ളത്, മണ്ണുത്തി തന്നെ. ഇവിടെ വന്ന് എവിടെ നോക്കിയാലും ചെടികളുടെ നഴ്സറി ആണല്ലോ. മണ്ണുത്തിന്ന് 3-4 കിലോമീറ്റർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാടക്കത്ര എന്ന് പറഞ്ഞുള്ളൊരു സ്ഥലമുണ്ട്. അവിടേക്കാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് എല്ലാ തരം ചെടികളും ഹോൾസെയിൽ റേറ്റിൽ കിട്ടും. പക്ഷേ 1-2 ചെടികൾ വാങ്ങാനായിട്ട് ഇങ്ങോട്ട് വരുന്നത് നഷ്ടമാണ്. എന്നാലും കുറച്ചധികം ചെടികളൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി സെലക്ഷനും ഉണ്ട്, നല്ല റേറ്റും കുറവാണ്. ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് എനിക്ക് വേണ്ട ഫ്രൂട്ട്സിൻ്റെ പേരൊക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടാണ് ഇവിടേക്ക് പോയിണ്ടായിരുന്നത്. അല്ലേ നമ്മൾ ശരിക്കും കുഴയും കേട്ടോ. ഇവിടേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അത്രയധികം വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഈ പൂക്കളൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു ചെറിയ ചാഞ്ചാട്ടം വന്നു കേട്ടോ. പിന്നെ ഫ്രൂട്ട്സിൻ്റെ കൂടെ ആ ഒരു ചെടിയും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് മാവിൻ തൈകൾ, പ്ലാവിൻ തൈകൾ, പേരകളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏതൊക്കെ ചെടികളാണ് വാങ്ങിയെന്ന് കറക്റ്റായിട്ടൊരു വീഡിയോ ചെയ്യാം കേട്ടോ. ചെടികളും മരങ്ങളൊക്കെ ഇഷ്ടമുള്ളവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരെ പോകുന്നതേ അറിയില്ല. ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടന്ന് കാണുന്നത് തന്നെ ഒരു രസമാണ്. ഇവിടെ മാടക്കത്രയിലെ നഴ്സറികൾ നമ്മുടെ നാട്ടിലുള്ള നഴ്സറികൾ പോലെയല്ല കേട്ടോ. ഏക്കറുകളോളം പരന്നു കിടക്കുന്ന നഴ്സറികളാണ്. അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിൽ നിന്ന് ഒരു 10-12 ടൈപ്പ് ഇവിടെ നിന്ന് ഒപ്പിച്ചിട്ടാണ് ഞങ്ങൾ പോയിണ്ടായിരുന്നത്. ബാക്കി അടുത്ത വീഡിയോയിൽ.